Hi students, now we are going to discuss second problem of depreciation, that is block 3 unit 8 class 6. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു. സോ നമ്മുടെ മെത്തേഡ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർഷവും നമ്മൾ വരുന്ന ഡിപ്രീസിയേഷൻ അസറ്റിൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് അല്ലേ എഴുതുന്നതാണ്. സോ ബുക്ക് വാല്യൂ മൈനസ് ഡിപ്രീസിയേഷൻ ആണ് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത്. സോ ബുക്ക് വാല്യൂന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ കുറച്ച് കിട്ടുന്നതാണ് ഓരോ വർഷത്തെയും റിട്ടേൺ ഡൗൺ വാല്യൂ. സോ എല്ലാ വർഷവും ആ റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ടത്. സോ 10% ഡിപ്രീസിയേഷൻ, 20% ഡിപ്രീസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തരും. സോ ആ ഡിപ്രീസിയേഷൻ നമ്മൾ അതാത് വർഷത്തെ അസറ്റിൻ്റെ വാല്യൂന്ന് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. എന്നിട്ട് ബാലൻസ് എമൗണ്ടിൻ്റെ മുകളിലാണ് അടുത്ത വർഷം ഡിപ്രീസിയേഷൻ കാണുക. അപ്പോൾ വാല്യൂ കുറഞ്ഞ് ഡിമിനിഷ് ചെയ്ത് വരും. ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞു വരും. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും, എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആയിരിക്കും ഡിപ്രീസിയേഷൻ. പക്ഷേ ഈ മെത്തേഡ് പ്രകാരം ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കുറഞ്ഞു വരുന്ന മെത്തേഡാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിലൊരു പ്രോബ്ലം ചെയ്തു. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു പ്രോബ്ലം ഫസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലത്തിൽ ഡിപ്രീസിയേഷൻ തന്നെ അതിൽ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് അസറ്റ്, ഒരു മെഷീനറി ആണെങ്കിൽ ആ മെഷീനറിയുടെ ലെഡ്ജർ അക്കൗണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വരിക. സോ അതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ടായിരിക്കും, ഡിഫറെൻറ്റ് ഡേറ്റ്സിൽ. അപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ അവിടെ പർച്ചേസും സെയിലും ഉണ്ടായിരിക്കും. മെഷീനറീസ് വാങ്ങിക്കും, മെഷീനറീസ് വിൽക്കും. സോ അവിടെ അസറ്റ് വാങ്ങും വിൽക്കും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ അങ്ങനെ അസറ്റ് വാങ്ങും വിൽക്കും ചെയ്യും, പ്ലസ് അതിൻ്റെ കൂടെ ഡിപ്രീസിയേഷനും കൂടി എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ലെഡ്ജറിൽ കാണിക്കുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ സെക്കൻഡ് പ്രോബ്ലത്തിൽ പർച്ചേസ് ആൻഡ് സെയിൽ വരുന്നുണ്ട്. ഓക്കെ, നോക്കാം. ഹരിനാഥ് പർച്ചേസ്ഡ് ഓൺ January 1st, 2016 a plan for rupees 50,000 on July 1st, 2016. സോ ഹരിനാഥ് പർച്ചേസ് ചെയ്തു January 1, 2006 പർച്ചേസ് ചെയ്തത്. എ പ്ലാൻ ഫോർ rupees 50,000 റുപ്പീസിനൊരു പ്ലാന്റ് പർച്ചേസ് ചെയ്തു January 1, 2016. സോ 50,000 ആൻഡ് July 1st, 2016 അഡീഷണൽ പ്ലാൻ വർത്ത് rupees 20,000 വാസ് പർച്ചേസ്. ജൂലൈയിൽ അഡീഷണൽ പ്ലാന്റ് പർച്ചേസ് ചെയ്തു. ഇനി June 1st, 2017 the plan purchased on January 1st, 2016 have been obsolete and the sold of rupees 20,000. പിന്നെ 2017 July 1 നമ്മൾ ഫസ്റ്റ് വാങ്ങിയ പ്ലാന്റ്, അതായത് January 1st, 2016 വാങ്ങിയ പ്ലാന്റ് ഒബ്സല്യൂട്ടായി, അതിനെന്തെങ്കിലും അത് ഔട്ട്ഡേറ്റഡ് ആയി. സോ അത് നമ്മൾ സെയിൽ ചെയ്തു ഫോർ rupees 20,000. On July 1st, 2018 a new plant was purchased for rupees 60,000. ജൂലൈയിൽ എന്താ സംഭവിച്ചത്, July 1st, 2016 ഇങ്ങനെ തന്നെ ബെറ്റർ അല്ലേ. ഓക്കെ, July 1st, 2016 ഈ പറയുന്ന ഒരു അസറ്റ് കൂടി നമ്മൾ വാങ്ങിച്ചു. 2018 അല്ലേ, July 1st, 2018 ന്യൂ പ്ലാൻ വാസ് പർച്ചേസ് ഫോർ rupees 60,000. ദ പ്ലാൻ പർച്ചേസ്ഡ് ഓൺ July 1st, 2016 വാസ് സോൾഡ് ഫോർ rupees 15,000. പിന്നെ July 1st, 2016 വാങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് സെയിൽ ചെയ്തു. എത്ര രൂപയ്ക്കാണ്, 15,000. Depreciation is to be provided for rupees at the rate of 10% per annum on the return down value method. എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ 10% ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു പ്ലാന്റ് വാങ്ങിച്ചു. എത്ര, January 1st, 2016 ഒരു പ്ലാന്റ് വാങ്ങിച്ചു 50,000. July 1st, 2016 അഡീഷണൽ പ്ലാന്റ് വാങ്ങിച്ചു 20,000. ഇനി July 1st, 2017 ഇതേപോലെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റ് ഒബ്സല്യൂട്ടായി. സോ അത് സെയിൽ ചെയ്തു 20,000. ദെൻ 2018 ജൂലൈയിൽ പുതിയ പ്ലാന്റ് പർച്ചേസ് ചെയ്തു 60,000.
അതേപോലെ ജൂലൈ 1 2016 വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റ് 15,000 സെയിൽ ചെയ്യും ചെയ്തു. അപ്പോൾ അവിടെ പർച്ചേസും സെയിലും വന്നിട്ടുണ്ട്. 2 പർച്ചേസ് അല്ലേ, 2 സെയിൽ ഒക്കെ വന്നിട്ടുണ്ട്. സോ അതെങ്ങനെ നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൽ കാണിക്കും. സോ പ്ലാന്റിൻ്റെ അക്കൗണ്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്നത് January 1 2016 ആണ്. പ്ലാന്റ് വാങ്ങിച്ചു ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലാന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി വരിക ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, January 1 2016 ടു ബാങ്ക് അക്കൗണ്ട് അല്ലേ. നമ്മൾ മെഷീനറി അതായത് പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ പ്ലാന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട്. സോ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 50,000 എഴുതി. ഫോർമാറ്റ് അറിയാലോ, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഡെബിറ്റ് ക്രെഡിറ്റ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ഓരോ വർഷത്തെയും നമ്മൾ ചെയ്യണം അല്ലേ. അപ്പോൾ 2016 ആണ് നമ്മൾ ചെയ്തത്. January 1 ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് വാങ്ങിയ പ്ലാന്റ് എത്ര രൂപയ്ക്കാണ്? 50,000. സോ അത് റെക്കോർഡ് ചെയ്തു. ഇനി ആ വർഷം എന്ത് സംഭവിച്ചിട്ടുണ്ട്? January 1 അല്ല. സോ അവിടെ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇവിടുത്തെ ഡേറ്റിനാണ് എപ്പോഴും അതൊരു കറക്ഷൻ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ January 1 അല്ല, July 1 നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അസറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ July 1 അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു സോറി ഇവിടെ അല്ല, സോറി ഇവിടെ സെക്കൻഡ് ആണ് കേട്ടോ. ആദ്യത്തെ ഡേറ്റ് അല്ല, സോറി സെക്കൻഡ് ഡേറ്റ് ആണ്. ഡേറ്റ് മാറിയത് ഇവിടെ ഇതാണ് കേട്ടോ, ഇത് കറക്റ്റാണ്. ഇതാണ് ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. January 1 അല്ല, July 1 എന്ത് ചെയ്തിട്ടുള്ളത്? ആ പ്ലാന്റ് വാങ്ങിച്ചിട്ടുള്ളത്. സോ അവിടെ ജേർണൽ എൻട്രി വരിക എന്താണ്? ജേർണൽ എൻട്രി വരിക ഇതേപോലെ പ്ലാന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. അവിടെ ഇറക്ഷൻ ചാർജ് വരുന്നില്ല കേട്ടോ, ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എമൗണ്ട് എത്ര വരിക? 20,000. അപ്പോൾ 50,000ഉം 20,000ഉം 70,000 ആണ് നമുക്ക് 2016 ഡെബിറ്റ് സൈഡിൽ വരിക. ശ്രദ്ധിക്കുക, ഞാനിവിടെ മാർക്ക് ചെയ്തത് മാറിയതാണ്. ഫസ്റ്റ് January 1 തന്നെയാണ് ടു ബാങ്ക് അക്കൗണ്ട്, പിന്നെ July 1 ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. സോ അഡീഷണൽ പ്ലാന്റ് പർച്ചേസ് ചെയ്തു 20,000. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വർഷവും December 31 ഡിപ്രീസിയേഷൻ കണക്കാക്കേണ്ടത്. സോ ഡിപ്രീസിയേഷൻ എത്ര വരിക? 50,000 ഉണ്ട്, 20,000 ഉണ്ട്. എത്ര പെർസെൻറ്റേജ് ഡിപ്രീസിയേഷനാണ്? 10% ഡിപ്രീസിയേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? ഫസ്റ്റ് ഡിപ്രീസിയേഷൻ 2016 ഡിപ്രീസിയേഷൻ എന്താ അവിടെ തന്നിട്ടുണ്ട്? 50,000 ഒരു വർഷം മുഴുവൻ ആ അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്. January 1 മുതൽ 31 December വരെ ഈ അസറ്റ് കയ്യിലുണ്ട്. സോ ഒരു വർഷത്തെ ഫുൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. 50,000 ഇൻറ്റു 10/100 5,000. ഇനി നമ്മൾ ആ വർഷം തന്നെ ഒരു അസറ്റ് കൂടി വാങ്ങിച്ചു, മെഷീനറി പ്ലാന്റ്. എത്ര രൂപയ്ക്കാണ്? 20,000 അസറ്റ് വാങ്ങിച്ചത്. പക്ഷേ ഡേറ്റ് ശ്രദ്ധിക്കണം, July 1 നമ്മൾ പർച്ചേസ് ചെയ്തത്. സോ ജൂലൈ മുതൽ ഡിസംബർ വരെ 6 months ആണ് നമ്മുടെ കയ്യിൽ അസറ്റ് ഉള്ളത്. സോ 6 monthsനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണേണ്ടത്. സോ 20,000 ഇൻറ്റു 6/100 സോറി സർ 20,000 ഇൻറ്റു 6/12. സോ 20,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 ആണ് വരിക. സോ 1,000. 6 months പറയുമ്പോൾ 6/12 ആണ് ചെയ്യുക. ഓക്കെ, ഇനി ആ ഡിപ്രീസിയേഷൻ നമ്മൾ എഴുതുക. എത്ര വന്നു എന്നാണ് പറയുന്നത്? 6,000 അല്ലേ. 5,000 ആണ് എത്രയുടെ? 50,000ൻ്റെ 10% പറയുമ്പോൾ 5,000. ഇനി 20,000ൻ്റെ 10% പറയുമ്പോൾ 1,000. സോ 5,000 പ്ലസ് 1,000 6,000. ഓക്കെ, അപ്പോൾ 6,000 കിട്ടി അല്ലേ. ഇനി നമ്മൾ ബാലൻസ് ചെയ്യുക. അവിടെ നമുക്കറിയാം ഡെബിറ്റ് സൈഡ് 70,000 ആയിരുന്നു. സോ ബാലൻസ് ഫിഗർ 64,000 വന്നു. ഈ ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ എന്ത് ചെയ്യണം?
നെക്സ്റ്റ് 2017 ബാലൻസ് ബ്രോ ഡൗൺ എഴുതണം 64,000. ഇനി നമുക്ക് നോക്കാം ജൂലൈ എന്തൊക്കെ 2017 എന്തൊക്കെ ഉണ്ടായ ക്വസ്റ്റ്യൻ നോക്കുക. ജൂലൈ 1 2017 നമ്മൾ ജനുവരി 1 2016 വാങ്ങിയിട്ടുള്ള പ്ലാന്റ് സെയിൽ ചെയ്തു. ഒബ്സല്യൂട്ടായി സെയിൽ ചെയ്തു. സോ അവിടെ സെയിൽ വരുമ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു മെഷീനറി അക്കൗണ്ട്, പ്ലാന്റ് അക്കൗണ്ട്. സോ അവിടെ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപ കിട്ടി? 20,000 ആണ് കിട്ടിയത്. ഇനി നമ്മൾ അതിൻ്റെ ലാഭമാണോ നഷ്ടമാണോ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഹെഡിങ് ലോസ് എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ആ കാൽക്കുലേഷൻസ് ഫസ്റ്റ് എഴുതാം. അപ്പോൾ നമ്മൾ ആദ്യം 50,000 വാങ്ങിയ ആ തേർഡ് വർക്കിംഗ് നോട്ടാണ്. 50,000 വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെയിൽ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 50,000 വാങ്ങിയ പ്ലാന്റിന് നമുക്ക് ഡിപ്രീസിയേഷൻ ഉണ്ട്. ശ്രദ്ധിക്കുക, 50,000 പ്ലാന്റിന് നമുക്ക് ഡിപ്രീസിയേഷൻ ഉണ്ട്. എങ്ങനെയൊക്കെ ഡിപ്രീസിയേഷൻ വരിക? 50,000 ഈ 50,000 പ്ലാന്റിന് ഡിപ്രീസിയേഷൻ വരുന്നത് ഫസ്റ്റ് ഇയറിൽ 5,000 ആണ് വരിക. സെക്കൻഡ് ഇയറിൽ എത്ര വരിക എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 50,000 മൈനസ് 5,000 എത്ര വരുന്നുണ്ട്? 50,000 5,000 കുറച്ചാൽ 45,000 ആണ് വരിക. ആ 45,000 നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ 10% കാണണം. 45,000 10% ഡിപ്രീസിയേഷൻ എത്രയാണ് വരിക? 4,500. പക്ഷെ എന്താ പ്രശ്നം? ഇതവിടെ നോക്കിയാൽ ഡിപ്രീസിയേഷൻ ഫോർ 2017 നോക്കിയാൽ മതി. നമുക്ക് ആദ്യത്തെ ആ ഫസ്റ്റ് പ്ലാന്റ് 50,000 പ്ലാന്റിന് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാകുമ്പോൾ വില എത്ര വരിക? 45,000 ആണ്. ആ 45,000 6 മന്ത്സിൽ അപ്പോൾ 2,250 ആണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്? നമുക്ക് ഡിപ്രീസിയേഷൻ വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം വാങ്ങിയ അസറ്റ്, അതായത് ജനുവരി 1 2016 വാങ്ങിയ ഒരു അസറ്റ് ഒരു വർഷം മുഴുവൻ ഉപയോഗിച്ചു അല്ലേ? 1.5 വർഷത്തെ ഡിപ്രീസിയേഷനാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എത്ര വരിക? 45,000 മുകളിൽ 50,000 മുകളിൽ 5%. സോ അവിടെ 5,000 വന്നു. 10% 5,000 വന്നു. ഇനി അത് കൂടാതെ അഡീഷണൽ ആയിട്ട് 6 മന്ത്സിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 2,250 ആണ്. അപ്പോൾ ആ 2,250 ആണ് ഇവിടെ നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് അസറ്റിൻ്റെ വാല്യൂ 2017 ജൂലൈ 1 നമ്മൾ അസറ്റ് വിൽക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? 50,000 മൈനസ് 5,000 മൈനസ് 2,250. എങ്ങനെ വന്നാൽ മൈനസ് 2,250? 5,000 ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ 10%. രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ ആണ് എത്ര? 2,250. അതെങ്ങനെ വന്നു? 50,000 5,000 കുറച്ച് 45,000 10% ഇൻറ്റു 6/12 അതാണ് ഈ 2,250. അപ്പോൾ അതൊക്കെ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 42,750 ആണ്. അപ്പോൾ ഈ 42,750 കിട്ടിയത് എങ്ങനെ? 50,000 ആദ്യത്തെ കൊല്ലത്തെ ഡിപ്രീസിയേഷൻ 5,000, രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ 2,250. അങ്ങനെ 42,750 നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാൽക്കുലേഷൻ ഞാൻ ഒന്നും കൂടി പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ 42,750 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അസറ്റിനെ വിൽക്കുന്ന സമയത്തുള്ള അസറ്റിൻ്റെ വില എഴുതി. എത്രയാണ്? 42,750 ആണ്. ഇനി നമ്മൾ സെയിൽ ചെയ്തു. എത്ര രൂപയ്ക്ക് വിറ്റു എന്നാണ് പറഞ്ഞാൽ 20,000 വിറ്റു. എന്താ കാരണം? ഇത്രയും ഡിഫറൻസ് വരാൻ കാരണം എന്താണ്? ഒബ്സല്യൂട്ടായി എന്ന് പറഞ്ഞു അല്ലേ? അതിൻ്റെ ഫംഗ്ഷനോ അല്ലെങ്കിൽ പുതിയ മോഡൽ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. സോ അത് ഒബ്സല്യൂട്ട് ആയതുകൊണ്ടാണ് എത്ര രൂപയ്ക്ക് വിറ്റത്? 20,000 വിറ്റത്. സോ നമുക്ക് എത്രയാണ് അപ്പോൾ ലാഭം എത്രയാണ് നഷ്ടം വന്നത്? 22,750 ലോസ് വന്നു. അത് ഒബ്സല്യൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാഷൻ അല്ലെങ്കിൽ ട്രെൻഡ് അല്ലെങ്കിൽ അതിൻ്റെ യൂസ് മാറി പുതിയ മോഡലൊക്കെ വരുമ്പോഴാണ്, ഔട്ട്ഡേറ്റഡ് ഒക്കെ ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഇത്രയും വില കുറയുന്നത്. നോർമൽ ഡിപ്രീസിയേഷൻ അല്ല ഇവിടെ വന്നിട്ടുള്ളത്. സോ നമുക്ക് 22,750 നഷ്ടമാണ് നമുക്ക് വന്നത് അസറ്റിൻ്റെ. നമ്മൾ സാധാരണ വിചാരിക്കും 50,000 രൂപയ്ക്ക് വാങ്ങിയത് 20,000 രൂപയ്ക്ക് വിറ്റു. സോ നമുക്ക് എത്ര? 30,000 രൂപ നഷ്ടം. സോ 30,000 അല്ല നഷ്ടം, നമ്മൾ 2 വർഷത്തെയും ഡിപ്രീസിയേഷൻ നമ്മൾ കണക്കാക്കണം. സോ 1.5 വർഷത്തെ ഇവിടെ വരുന്നത് ക്വസ്റ്റ്യനിൽ.
നമ്മൾ ആദ്യത്തെ വർഷത്തെ ഫുൾ ഡിപ്രീസിയേഷൻ എടുത്തു, രണ്ടാമത്തെ വർഷത്തെ 6 മന്ത്സിൻ്റെ ഡിപ്രീസിയേഷൻ എടുത്തു. സോ 22,750 ആണ് കിട്ടുക. ഈ ലോസ് നമ്മൾ എവിടെ എഴുതണം? നമ്മുടെ 2017 പ്ലാൻഡ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ലോസ് ഓൺ സെയിൽ 22,750 എഴുതുക. ഇനി നമുക്ക് ഈ വർഷത്തെ ഡിപ്രീസിയേഷനിൽ നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ 2,250 നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. എത്രയാണ്? 45,000 ആയിരുന്നു. അതിന് 6 മന്ത്സിലാണ് ഡിപ്രീസിയേഷൻ. 45,000 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ആദ്യത്തെ വർഷം നമുക്ക് 50,000 ആയിരുന്നു. നമ്മൾ ഓരോ അസറ്റിനെയും സെപ്പറേറ്റ് നോക്കണം. ആദ്യത്തെ അസറ്റിന് 50,000 ആയിരുന്നു. അത് ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ 10% കുറയ്ക്കണം. അപ്പോൾ നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ ഓൺ 2017 വരുന്നത് എന്താണ്? 45,000 ആണ്. സോ 45,000 മീതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 6 മന്ത്സിൻ്റെ ഡിപ്രീസിയേഷൻ കണക്കാക്കിയത് അല്ലേ. അപ്പോൾ 6/12 കൊണ്ട് ചെയ്തപ്പോഴാണ് 2,250 വന്നത്. ഇനി നമ്മൾ ഒരു അസറ്റ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ജൂലൈ 1, 2016 ഒരു അസറ്റ് 20,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ 20,000 രൂപയുടെ അസറ്റിന് ആദ്യത്തെ കൊല്ലത്തെ ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു? 1000 രൂപയായിരുന്നു അല്ലേ. നമ്മൾ കണ്ടോ, തൊട്ട് മുന്നേ കണ്ടുപിടിച്ചില്ലേ? 1000 രൂപ ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 2017 ആകുമ്പോൾ അതിന് എത്രയാണ് വാല്യൂ ഉണ്ടാവുക? 19,000 അല്ലേ. 20,000 ആയിരുന്ന അസറ്റിന് 1000 രൂപ ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ എത്ര വരും? 19,000. സോ 19,000 ഡിപ്രീസിയേഷനാണ്. സോ 19,000 ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ അതിൻ്റെ 10% ആണ്. അത് വിറ്റു എന്ന് പറയുന്നില്ല. സോ ആ വർഷം വേറെ ഒരു സെയിലും ഇല്ല. സോ ഇതിൻ്റെ ഫുൾ ഡിപ്രീസിയേഷൻ 1,900 ആണ് വരിക. സോ 2,250 1,900 കൂടി ആഡ് ചെയ്താൽ 4,150 ഡിപ്രീസിയേഷൻ കിട്ടും. അപ്പോൾ ഈ വർഷത്തെ എല്ലാ ഇതും നമ്മൾ 2017 എല്ലാം ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? 2017 ജൂലൈയിൽ ഒരു അസറ്റ് വിറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ വിറ്റപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള കിട്ടിയ ഇൻകം അത് നമ്മളിവിടെ എഴുതി. ദെൻ അതിന് നമുക്ക് നഷ്ടം വന്നു. സോ അതിവിടെ എഴുതി. അപ്പോൾ ലാഭമാണെങ്കിൽ ഏത് സൈഡ് എഴുതണം? ഡെബിറ്റ് സൈഡ് എഴുതണം. നഷ്ടം വരുമ്പോഴാണ് ക്രെഡിറ്റ് സൈഡ്. പിന്നെ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു. ഇനി ബാലൻസ് ചെയ്യുക. ബാലൻസ് എമൗണ്ട് 17,100 നമ്മൾ ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെ അടുത്ത വർഷം എന്തൊക്കെ നടന്നു നോക്കുക. 2018 സെയിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. പർച്ചേസ് വന്നിട്ടുണ്ടോ? ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം പർച്ചേസ് വന്നിട്ടുണ്ട്. ന്യൂ പ്ലാൻ വാസ് പർച്ചേസ് ഫോർ ₹60,000 ആൻഡ് ദ പ്ലാൻ പർച്ചേസ്ഡ് ഓൺ July 1, 2016 വാസ് സോൾഡ് ഫോർ ₹15,000. അപ്പോൾ ഇവിടെ ജൂലൈയിൽ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെയൊക്കെ നമ്മളെ പ്രശ്നം വന്നിട്ടുള്ളത് ഡേറ്റിലാണ്. 2018 ജനുവരി 1 ടു ബാലൻസ് ബ്രോ ഡൗൺ 17,100 കറക്റ്റാണ്. 2018 ജൂലൈ 1 പുതിയതായിട്ട് നമ്മൾ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ളത്, പുതിയ പ്ലാന്റ് വാങ്ങിയിട്ടുള്ളത് 60,000 60,000 രൂപയ്ക്ക് വാങ്ങി. സോ ഡേറ്റ് അവിടെ ജൂലൈ 1 എന്ന് എഴുതണം. അപ്പോൾ 60,000. അപ്പോൾ ആ സൈഡിലത്തെ കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ വിറ്റു എന്ന് പറയുന്നുണ്ട്. ഏതാണ് വിറ്റത്? 20,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു പ്ലാന്റ് അല്ലേ. ഏത് വർഷം? ജൂലൈ 1, 2016 രണ്ടാമത് വാങ്ങിച്ചത് നമ്മൾ വിറ്റു. എത്ര രൂപയ്ക്ക് വിറ്റു? 15,000 സെയിൽ ചെയ്തു. അപ്പോൾ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു മെഷീനറി അക്കൗണ്ട് 15,000. ഇനി നമ്മൾ ആ വിറ്റതിൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ നോക്കാം. അതെങ്ങനെ നോക്കും? ഇനി നമ്മൾ ഡിപ്രീസിയേഷനും കൂടി ആദ്യം കാണണം. അപ്പോൾ ആദ്യത്തെ അസറ്റ് നമ്മൾ 20,000 വാങ്ങിയ അസറ്റിന് എത്രയാണ് എമൗണ്ട് ബാലൻസ് ഉള്ളത്? 17,100 ആണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത്രയും കുറവ് വരാൻ കാരണം? 19,000 ആയിരുന്നു. 19,000 1,900 കുറച്ചപ്പോൾ ഏതാണ്? 20,000 പ്ലാന്റ് അല്ലേ. 20,000 പ്ലാന്റിന് ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ എത്രയാണ്? 19,000 ആയിരുന്നു എന്ത്? റിട്ടേൺ ഡൗൺ വാല്യൂ. ദെൻ അത് കഴിഞ്ഞ് അടുത്ത വർഷം വരുന്നത് എത്രയാണ്? 1,900 കുറയ്ക്കണ്ടേ. ആദ്യത്തെ വർഷം എന്ത് കുറച്ചു? 1000 കുറച്ചു. രണ്ടാമത്തെ വർഷം 1,900 കുറച്ചു. സോ 1,900 കുറച്ചാൽ എത്ര വരിക? 17,100 ആണ്. ഈ 17,100 മുകളിൽ എന്ത് ചെയ്യണം? 10% ഇൻറ്റു 6/12 ചെയ്യണം. അപ്പോൾ 855 കിട്ടും. 17,100 കിട്ടിയത് എങ്ങനെ? 20,000 മൈനസ് 1,000 മൈനസ് 1,900. സോ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 6% കാണുമ്പോൾ 855 വരും. സോ ഈ 855 കൂടി കുറച്ച എമൗണ്ടിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ 20,000 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള
ഒരു പ്ലാന്റിന് 3 ഡിപ്രീസിയേഷൻ ഉണ്ട്. ആദ്യത്തെ വർഷം 6 മന്ത്സ്, പിന്നെ ഒരു വർഷത്തെ, പിന്നെ 6 മന്ത്സ്, അങ്ങനെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് ബാലൻസ് എമൗണ്ട് 16,245. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 20,000 രൂപയ്ക്ക് ജൂലൈ 1, 2016 വാങ്ങിയ അസറ്റിന് ജൂലൈ 1, 2018 ആയപ്പോൾ എത്രയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്? 16,245. 16,245 ആണ് അതിൻ്റെ വാല്യൂ. കാരണം എന്താണ്? ഡിപ്രീസിയേഷൻ. ആദ്യം 6 മന്ത്സ് ഡിപ്രീസിയേഷൻ, പിന്നെ 1 ഇയർ ഡിപ്രീസിയേഷൻ, പിന്നെ 6 മന്ത്സ് ഡിപ്രീസിയേഷൻ, അങ്ങനെ 16,245 ആണ് വാല്യൂ. അത് നമ്മൾ അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെയിൽ ചെയ്തു. ഈ 16,245 വാല്യൂ ഉള്ള അസറ്റിന് നമ്മൾ സെയിൽ ചെയ്തപ്പോൾ എത്ര കിട്ടി? 15,000 ആണ് കിട്ടിയത്. സോ 1,245 നമുക്ക് നഷ്ടം അല്ലേ? 16,245. 16,245 അത് എന്ത് കുറയ്ക്കുക? 15,000 കുറയ്ക്കുക. സോ 1,245 കിട്ടും. ഈ 16,245 കിട്ടിയത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒന്നുമില്ല, നമ്മൾ 20,000 രൂപയ്ക്ക് വാങ്ങിയതിന് ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ 1000 ആയിരുന്നു, രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ 1900 ആയിരുന്നു, മൂന്നാമത്തെ വർഷം 855 ആയിരുന്നു. സോ അത് മൂന്നും കുറച്ചതാണ് 16,245. അത് നമ്മളിവിടെ എന്ത് എഴുതണം? ലോസ് ഓൺ സെയിൽ പറഞ്ഞിട്ട് നമുക്ക് ബാലൻസ് എമൗണ്ട് ഈ ഡിപ്രീസിയേഷനൊക്കെ കുറച്ച് സെയിൽ ചെയ്തിട്ടുള്ള ലാഭം നമ്മൾ 1,245 എന്ന് എഴുതണം. ഈ 1,245 കഴിഞ്ഞാൽ അടുത്തത് എഴുതുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ നമ്മൾ ഒരെണ്ണത്തിൻ്റെ പറഞ്ഞു, ഏതായിരുന്നു? നമ്മുടെ പ്ലാന്റ് അല്ലേ? സെയിൽ ചെയ്ത പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ 855 ആണ്. അതെങ്ങനെ കിട്ടിയത്? 17,100 ആയിരുന്നു റിട്ടേൺ ഡൗൺ വാല്യൂ. അതിൻ്റെ മുകളിൽ നമ്മൾ എത്ര കണ്ടു? 10% ഇൻറ്റു 6/12. ഇനി ആ വർഷം നമ്മൾ പുതുതായിട്ടൊരു അസറ്റ് വാങ്ങിച്ചു ജൂലൈ 1 60,000. സോ 60,000 ഇൻറ്റു 6/12 ഇൻറ്റു 10%, സോ 3,000 വന്നു. 60,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12. സോ അതിൻ്റെ ഡിപ്രീസിയേഷൻ വന്നത് 3,000 ആണ്. അപ്പോൾ 3,855 ആണ് എന്ത്? അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ടോട്ടൽ. സോ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എവിടെ എഴുതി? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പോൾ ഈ സൈഡ് നമ്മളൊരു അസറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അത് ജൂലൈ 1 എഴുതിയിട്ട് 60,000 എഴുതി. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ചെയ്തു 17,100. പിന്നെ ആദ്യം ജൂലൈ 1 നമ്മൾ വിറ്റപ്പോൾ നമുക്ക് ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടിയത് 15,000 ആണ്. സോ അത് എഴുതി. പിന്നെ നമ്മൾ വിറ്റപ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിച്ച് അത് എഴുതുക 1,245. പിന്നെ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 3,855. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ 57,000. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, മെസ്സേജ് ചെയ്തോളൂ. കാൽക്കുലേഷൻസ് ഒന്നും കൂടി ഞാൻ എഴുതിയിട്ട് അയച്ചു തരാം. ഡിപ്രീസിയേഷൻ കണ്ടതും ബാക്കി കാൽക്കുലേഷൻസും. ഓക്കെ, താങ്ക് യു.